തിളങ്ങുന്നതും ആടിയുലയുന്നതുമായ കേശം സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പമാണ്. എന്നാൽ കേശഭംഗി നല്ല ആരോഗ്യത്തിൽ നിന്ന് മാത്രം പ്രാപ്തമാകുന്നതാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നല്ലതാണെങ്കിൽ തലമുടിയെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനാൽ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി ആരോഗ്യം സാമാന്യമായി മെച്ചപ്പെടുത്തണം. എന്നിരുന്നാലും തലയിലെ ചർമ്മത്തിന്മേൽ എണ്ണ തിരുമിയും മുടി ചീകി ഒതുക്കിയും പ്രത്യേകം ഭംഗിയാക്കേണ്ട ആവശ്യവുമുണ്ട്. സമൃദ്ധമായ മുടിയിഴകൾക്കായി ആഹാരത്തിൽ പ്രോട്ടീൻ, വിറ്റാമിൻ ബി, സി, ഡി, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, അയഡിൻ ഇവയുടെ ആവശ്യമുണ്ട്. ആഹാരത്തിൽ ഈ പോഷക ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. കട്ടിയുള്ളതും വറുത്തതുമായ സാധനങ്ങൾ, മുളക് മസാല, അധികം ചൂടുള്ള പാനീയങ്ങൾ, മിഠായി എന്നീ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുകയും പകരം പാല്, തൈര്, മുട്ട, പാൽക്കട്ടി, വെണ്ണ, ക്യാരറ്റ്, ക്യാബേജ്, മുള്ളങ്കി, ചീര പോലുള്ള ഇലക്കറികളും നെല്ലിക്ക, മുന്തിരി, നിലക്കടല മുതലായവയും മാമ്പഴം, മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ എന്നിവയും കൂടുതൽ ഉപയോഗിക്കുക. കൂടാതെ പ്രോട്ടീന് വേണ്ടി മുളപ്പിച്ച കടലയോ നിലക്കടലയോ കൂടി ഉപയോഗിക്കാം. എല്ലാ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ഇവയിൽ നിന്നും ലഭിക്കുന്നതാണ്. വിറ്റാമിൻ ബിയുടെ കൂടുതലായ ആവശ്യത്തിനു വേണ്ടി തവിടുള്ള പുളിപ്പിച്ച മാവ് കൊണ്ട് പലഹാരങ്ങളും തോട് സഹിതം പരിപ്പുകളും കഴിക്കാവുന്നതാണ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി രാവിലെ കുറേ സമയം മുടി അഴിച്ചിട്ട് വെയിലേൽപ്പിക്കുക. തന്മൂലം മുടിക്ക് ഓക്സിജൻ ലഭിക്കുന്നതാണ്. അയഡിൻ്റെ കുറവ് മുടിക്ക് ഹാനി ഉണ്ടാക്കുന്നു. ജലത്തിൽ മുളപ്പിച്ചുണ്ടാക്കുന്ന പയറുവർഗ്ഗങ്ങൾ, കടൽ മത്സ്യം, കോഡ് ലിവർ ഓയിൽ എന്നിവയാലും അയഡിൻ്റെ കുറവ് പരിഹരിക്കാവുന്നതാണ്. ധാതു വിറ്റാമിനുകളുടെയും പ്രോട്ടീൻ യുക്തമായ ആഹാരത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എന്നിവ കുറയ്ക്കുകയും ചെയ്താൽ മുടി ഘനമുള്ളതും കറുത്തതും മിനുസമുള്ളതും മയമുള്ളതും തിളക്കമുള്ളതുമായി തീരുമെന്ന് മാത്രമല്ല ആരോഗ്യം അഭിവൃദ്ധിപ്പെടുന്നതുമാണ്. മലബന്ധമോ ദഹനക്കുറവോ ഉണ്ടാവുകയാണെങ്കിൽ മുടി വേഗം നരയ്ക്കുകയും പൊഴിയുകയും ചെയ്യും. ചായ, കാപ്പി പോലുള്ള ചൂട് കൂടിയ പാനീയങ്ങളുടെ അമിത ഉപയോഗവും മുടികൾക്ക് ഹാനികരമാണ്. എന്നാൽ വ്യാകുല ചിന്തകളും പിരിമുറുക്കവും അമിതമായ മാനസിക അധ്വാനവും കൂടുതൽ ഹാനികരമാണ്. മലബന്ധമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ തേനും 1 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കഴിക്കുക. എന്നാൽ ചിന്താകുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ആഹാരങ്ങൾ കഴിച്ചാലും മുടികൾക്ക് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നിടത്തോളം മാനസിക ഉല്ലാസങ്ങളിൽ ഏർപ്പെടുകയും നന്നായി ഉറങ്ങുകയും ചെയ്യുക. മുടിയുടെ ആരോഗ്യത്തിൻ്റെ ആദ്യത്തെ നടപടി ശുചിത്വമാണ്. തണുപ്പ് കാലത്ത് 2 പ്രാവശ്യവും വേനൽക്കാലത്ത് 3-4 പ്രാവശ്യവും തല കഴുകുന്നത് നല്ലതാണ്. എണ്ണമയമുള്ള മുടി വേഗം വഴുവഴുപ്പുള്ളതായി തീരുന്നതിനാൽ കൂടെ കഴുകേണ്ടതാണ്. അങ്ങനെ താരണത്തിൻ്റെയും മറ്റും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. കഴുകുന്നതിന് വേണ്ടി മുടിയുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഷാമ്പൂ തിരഞ്ഞെടുക്കാം. പുളിപ്പുള്ള തൈരിൽ കടലമാവ് ചേർത്ത് തേയ്ക്കുന്നതും നന്നാണ്. തലയിലെ തൊലിയിലും മുഖത്തിൻ്റെ തൊലിയിലും കൂടെ എണ്ണ പുരട്ടി തിരുമി അതിനെ ആരോഗ്യമുള്ളതാക്കി തീർക്കണം. ഫാഷൻ ഭ്രമത്തിൽ എണ്ണ കൂടാതെയുള്ള പരുക്കൻ മുടിയിൽ താല്പര്യമുള്ള യുവതികൾ ശരിയായ കേശ സംരക്ഷണം മറന്നു പോകുന്നു. തല കഴുകുന്നതിന് മുമ്പ് തലയിലെ തൊലിയിൽ എണ്ണ നല്ലതുപോലെ പുരട്ടി തിരുമണം. ഇതുമൂലം മുടിയുടെ വളർച്ചയ്ക്ക് സഹായകമായ പോഷണം ലഭിക്കുകയും രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സാധാരണ മുടിയിൽ ഓരോ ആഴ്ചയിലും, പരുക്കൻ മുടികളിൽ ആഴ്ചയിൽ 2 പ്രാവശ്യവും മുടി കഴുകുന്നതിന് മുമ്പായി എണ്ണ പുരട്ടി തിരുമണം. വെളിച്ചെണ്ണ അല്പം ചൂടാക്കി മുടിയിഴകൾ അകത്തി തലയിലെ തൊലിയിൽ പുരട്ടി വിരലുകൾ കൊണ്ട് നല്ലതുപോലെ തിരുമുക. അതിനുശേഷം തല കഴുകുക. പിന്നെ ചൂടുവെള്ളത്തിൽ തുവർത്ത് മുക്കിപ്പിഴിഞ്ഞ് അതുകൊണ്ട് മുടി ചുറ്റിക്കെട്ടുക. 2-2.5 മണിക്കൂറുകൾ കഴിയുമ്പോൾ മുടിച്ചുവടുകളിൽ വിരലുകൾ കൊണ്ട് തിരുമുക. അതിനുശേഷം തഴുകുക. അതുമൂലം രക്തസഞ്ചാരം വർദ്ധിക്കുകയും മുടികൾക്ക് പോഷണം ഉണ്ടാകുകയും ചെയ്യും. അവയുടെ പൊട്ടലും പൊഴിയലും ഇല്ലാതാകും. ദിവസേന രാത്രിയിൽ മുടിക്കെട്ടഴിച്ച് പൊടിയും മറ്റും കളഞ്ഞ് മുടിയിൽ ബ്രഷ് പ്രയോഗിക്കുക. മുടി അയവാക്കി കെട്ടി ഉറങ്ങുക. രാവിലെ ഉണർന്നെഴുന്നേറ്റ് നല്ല വായു ലഭിക്കത്തക്ക വിധം തുറസായ സ്ഥലത്ത് നടക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന സമയം ശുദ്ധവായു ലഭിക്കുന്നതിനു വേണ്ടി മുടി അടിച്ചിടുകയോ ചെയ്യുക. മാത്രമല്ല അല്പം വെയിലും ഏൽപ്പിക്കേണ്ടതുണ്ട്. വീടടിച്ചു വാരുമ്പോൾ മുടി ചുറ്റിക്കെട്ടി തുണി കൊണ്ട് പൊതിയുക. ഇതിനുശേഷം കുളിക്കുന്നതിന് മുമ്പ് വരെ മുടി അഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. മുടിയുടെ പൊട്ടലും പൊഴിയലും പരിഹരിക്കുന്നതിന് ആഹാരക്രമം, ശുചിത്വം, എണ്ണപൂശൽ, വ്യായാമം എന്നിവ പാലിക്കുന്നത് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. ഏതെങ്കിലും രോഗം കാരണമാണ് മുടി കൊഴിയുന്നതെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. പ്രസവാനന്തരമോ ദീർഘകാലമോ ആയുള്ള രോഗത്തിന് ശേഷമോ മുടി പൊഴിയാൻ ആരംഭിച്ചാൽ അത് ആരോഗ്യത്തിൻ്റെ പുനരാഗമനത്തോടു കൂടി നിന്നുപോകും. അതിനാൽ അതേപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മാനസികമായ കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മുടി പൊട്ടുകയും പൊഴിയുകയും ചെയ്യുമെന്ന് ഓർമ്മിക്കേണ്ടതാണ്.
ഇതിൽ നിന്നും മുക്തി നേടാനുള്ള ഉപായം ശരിയായിട്ടുള്ള ഉറക്കമാണ്. മുടിത്തുമ്പുകൾ വെട്ടി വൃത്തിയാക്കിയാലും കൊഴിച്ചിൽ കുറയുന്നതാണ്. താരനമുണ്ടെങ്കിൽ അതിന് ചികിത്സ നടത്തണം. ഹെയർ പിന്നുകളുടെ പ്രയോഗം കൊണ്ട് മുടി പൊഴിയുമെന്നതിനാൽ ആ പ്രയോഗം വളരെ കുറയ്ക്കേണ്ടതാണ്. മുടിയുടെ ആരോഗ്യത്തിൽ ശരിയായ വിധം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ കാര, ചുണങ്ങ് തുടങ്ങിയ പകരുന്ന രോഗം ഉണ്ടാകുന്നതേയല്ല. സ്വന്തം ചീർപ്പ്, ബ്രഷ്, സോപ്പ്, തൂവാല മുതലായവ മറ്റുള്ളവരുടേതിൽ നിന്നും മാറ്റി പ്രത്യേകം സൂക്ഷിക്കുക. ആഹാരക്രമങ്ങൾ പരിഷ്കരിച്ചും മുടി കൂടെ കഴുകുകയും ആൻറ്റി ഡാൻഡ്രഫ് ലോഷനും പൗഡറും ഉപയോഗിച്ചും കാര, ചുണങ്ങ് എന്നിവ നശിപ്പിക്കാവുന്നതാണ്. ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങാനീര് ചേർത്ത് പുരട്ടി തല കഴുകുക. കഴുകുന്നതിന് മുമ്പായി തലയിലെ തൊലിയിൽ എണ്ണ പുരട്ടി ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും നനഞ്ഞ് തുവർത്ത് ക്രമപ്രകാരം ചുറ്റിക്കെട്ടുക. ഇതുമൂലം രക്തസഞ്ചാരം വർദ്ധിക്കുകയും തലയിലെ രോമകൂപങ്ങൾ തുറക്കുകയും കാരയും ചുണങ്ങും നശിക്കുന്നതിന് സഹായകമാകുകയും ചെയ്യും. ഇടയ്ക്കിടെ ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ ധാരാളം കറിവേപ്പില ഉൾപ്പെടുത്തുക. ഒപ്പം ധാരാളം കറിവേപ്പില കഴിക്കാനും ശ്രദ്ധിക്കുക. തലമുടിയുടെ വളർച്ചയ്ക്ക് ഉത്തമമാണിത്. വളരെ പരുക്കനും പകുതി കൊഴിഞ്ഞതുമായ മുടിയുള്ളവർക്ക് തല കഴുകിയതിന് ശേഷം ഏതെങ്കിലും ഹെയർ ക്രീം പുരട്ടാവുന്നതാണ്. മുട്ടയുടെ വെള്ള തലമുടിക്ക് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ മുട്ടയുടെ വെള്ള, നാരങ്ങാനീര് എന്നിവ അടിച്ചു പതപ്പിച്ച് മുടിയിൽ പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. സാധാരണഗതിയിൽ പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നാണ് അകാലനര. അതുകൊണ്ട് തന്നെ ഇതിന് ഫലവത്തായ ചികിത്സകൾ തൽക്കാലമില്ല. എന്നാൽ പാരമ്പര്യമല്ലാതെ തന്നെ ചിന്ത, അത്യധികമായ മാനസികാധ്വാനം, അധികം ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുക എന്നിവ കാരണങ്ങളാലും കാൽഷ്യം, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവയുടെ കുറവ് കൊണ്ടും അകാലത്തിൽ മുടി നരയ്ക്കുവാൻ സാധ്യതയുണ്ട്. വിവിധങ്ങളായ കേശ സംരക്ഷണോപായങ്ങളാലും ആഹാരക്രമത്താലും കുറേയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അകാല നര കറുപ്പിക്കുന്നതിന് വൈവിധ്യപൂർണമായ നിറങ്ങളോടുകൂടിയ നിരവധി ഡൈകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. അകാല നരയ്ക്ക് ഹെന്ന ഉപയോഗിക്കാം.